ഉണ്ട്. എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെന്റ് ഇവിടെ നിറയെ yes, എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എഡ്യൂക്കേഷൻ ഉണ്ട്, എല്ലാവരും ഡിഗ്രി, എല്ലാവരും PG, പക്ഷെ ആർക്കും ജോലിയില്ല. അവനവൻ പഠിച്ച മേഖലയിൽ ജോലിയില്ല. ബിടെക് പഠിച്ചവൻ ആ മേഖലയിൽ ജോലിയില്ല. അവനവൻ ചെയ്യുന്ന സെഗ്മെന്റിൽ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരുപാട് ആൾക്കാരാണ് ഇന്ന് മാർക്കറ്റിലുള്ളത്. അപ്പോൾ ഇബാദ്ക ടാക്സാഷൻ സെഗ്മെന്റിൽ ലൈവായിട്ട് ഒറിജിനൽ വർക്കിന്റെ അതേ ഫീലോട് കൂടിയിട്ട് ഒറിജിനൽ വർക്കിൻ്റെ കേസ് സ്റ്റഡീസും വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ടാക്സാഷനിൽ ഇവർക്ക് നല്ലപോലെ എക്സ്പേർട്ട് ആകാൻ പറ്റും. കേരളത്തിൽ BCom, BBA, MCom, MBA മാത്രം കഴിഞ്ഞിറങ്ങുന്ന ഒരു വർഷത്തെ കുട്ടികൾ അറൗണ്ട് 3 ലക്ഷത്തിൻ്റെ അടുത്ത ആൾക്കാരുണ്ട്. 3 ലക്ഷം ആൾക്കാർ, 3 ലക്ഷം പേരുണ്ട് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ നിന്നും മറ്റു യൂണിവേഴ്സിറ്റികളിൽ നിന്നും മാത്രം പഠിച്ച് മലയാളികൾ മാത്രം. നമ്മളെ കമ്പനിക്ക് ഓൾറെഡി സിമുലേറ്റഡ് വെബ്സൈറ്റിൽ ട്രെയിനിങ് ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ അവരെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. അത്രയും ഡെഡിക്കേറ്റ് ചെയ്താൽ മാത്രമാണ് ആ കോഴ്സുകൾ നമുക്ക് പഠിച്ച് പാസ്സാകാൻ പറ്റുള്ളൂ, ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ എന്നിട്ടും എന്താ ഇബാദ്ക ഒരു കമ്പനി എക്സ്പെക്ട് ചെയ്യുന്ന പ്രൊഫഷണൽസിനെ മാർക്കറ്റിന് കിട്ടാത്ത? മറ്റൊരു പോഡ്കാസ്റ്റിംഗ് എപ്പിസോഡിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. എപ്പോഴും നമ്മൾ കാണുന്ന പോലെയുള്ളൊരു സബ്ജക്റ്റ് അല്ല ഇന്ന് സംസാരിക്കാം. ഒരു എക്സ്പീരിയൻസിൻ്റെ ഭാഗത്ത് നിന്ന് നമുക്ക് സംസാരിക്കണമെങ്കിൽ നമ്മളിപ്പോൾ ദുബായിൽ പോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ട്. ദുബായിൽ ഞാൻ റിയാസ് ഹക്കീമും കൂടെ പോഡ്കാസ്റ്റ് ചെയ്യുന്നു, ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഒരുപാട് ബിസിനസ്സുകാരെ നമ്മളവിടെ മീറ്റ് ചെയ്യും. അപ്പോൾ ഈ മീറ്റ് ചെയ്യുന്ന സമയത്തെല്ലാം അവർ നമ്മളോട് പറയും പ്രൊഫഷണൽസിനെ കിട്ടുന്നില്ല. അത് ഭയങ്കര ഏത് മേഖലയിലും ആ ഒരു ലാക്ക് ഓഫ് പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ അക്കൗണ്ടിങ് മേഖലയിലും അങ്ങനത്തെ ഒരു പ്രശ്നം, ഒരു ഫിനാൻഷ്യൽ അക്കൗണ്ടൻറ്റോ അല്ലെങ്കിൽ ഒരു ഫിനാൻഷ്യൽ മാനേജറോ അല്ലെങ്കിൽ ഒരു അക്കൗണ്ടൻറ്റോ കിട്ടുന്നില്ല എന്നുള്ള രൂപത്തിൽ. ഇപ്പം നിങ്ങൾ ഒരുപാട് പ്രൊഡക്റ്റുകളെ കേരളത്തിൽ ഇങ്ങനെ കോൺട്രിബ്യൂട്ട് ചെയ്തൊരു പേഴ്സണാണ്, നമുക്ക് പേഴ്സണലി അറിയാവുന്നതുകൊണ്ട്. അങ്ങനത്തെ ഒരു ഒരു സ്ഥാപനത്തിൽ നിന്ന് അങ്ങനത്തെ ഒരു വ്യക്തികളെ നിങ്ങളുടെ കോഴ്സിലേക്ക് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ അവരെ മോൾഡ് ചെയ്യാൻ പറ്റും? ഇപ്പം ശരിക്കും ഈ എംപ്ലോയീസിനെ കിട്ടാനൊന്നും പ്രത്യേകിച്ച് ഇന്ത്യൻ മാർക്കറ്റിലൊന്നും ഇന്നൊരു പ്രശ്നമില്ല. ഇത്രയും ആൾക്കാരാണ്, ഇത്രയും ഇന്ത്യൻ ടാലൻസ് കുറവാണ്, ആളുകളുണ്ട്, ഇത്രയേ ഉള്ളൂ. ബേസിക്കലി എല്ലാവരും എഡ്യൂക്കേറ്റഡ് ആണ്. നമ്മൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ തന്നെ പൊതുവെ പറയുന്നൊരു കാര്യമുണ്ട്, എഡ്യൂക്കേറ്റഡ് അൺഎംപ്ലോയ്മെന്റ് ഇവിടെ നിറയെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എഡ്യൂക്കേഷൻ ഉണ്ട്, എല്ലാവരും ഡിഗ്രി, എല്ലാവരും PG, പക്ഷെ ആർക്കും ജോലിയില്ല, ആഗ്രഹിക്കുന്ന ജോലിയില്ല. അവനവൻ പഠിച്ച മേഖലയിൽ ജോലിയില്ല. ബിടെക് പഠിച്ചവൻ ആ മേഖലയിൽ ജോലിയില്ല, കൊമേഴ്സ് പഠിച്ചവൻ ആ മേഖലയിൽ ജോലിയില്ല. ഓരോ സെഗ്മെന്റ് പഠിച്ചവനും ആ ഒരു സെഗ്മെന്റിൽ അവന് ജോലി കിട്ടാത്ത, അവൻ ആഗ്രഹിക്കുന്ന സാലറി കിട്ടാത്ത ഒരു സിസ്റ്റമാണ്. റീസൺ ഒന്ന് മാത്രമേ ഉള്ളൂ. ഇബാദ്ക നേരത്തെ ഇടയിൽ സൂചിപ്പിച്ച പോലെ സ്കിൽ സെറ്റ് ഉള്ള ടാലന്റഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിനെ കിട്ടാനില്ല. തീർച്ചയായിട്ടും. അപ്പോൾ ഇബാദ്കയുടെ ഇപ്പോൾ ഇബാദ് ടെക് എന്ന് പറയുന്ന ഈ ഒരു വലിയ സെഗ്മെന്റിലേക്ക്, പാക് മീഡിയ എന്ന് പറയുന്ന ഇബാദ്കയുടെ കമ്പനിയിലേക്ക് ഇപ്പോൾ ഇബാദ്കക്ക് ഒരുപാട് ആൾക്കാർ ഇവിടെ, ഇപ്പോൾ എത്രയോ ആൾക്കാർ ഇബാദ്കയുടെ ബാക്ക് എൻഡിൽ ഞാൻ കണ്ടു, ഒരുപാട് പേരെ ഇവിടെ വർക്ക് ചെയ്യുന്നത്. ഇത്രയും ആൾക്കാരെ ഇബാദ്ക വർക്ക് ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിലും ഒരുപാട് കാര്യങ്ങളുണ്ട് ഇബാദ്ക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബിസിനസ്സിൻ്റെ കോർ വാല്യൂ ആയിട്ട് കണക്റ്റഡ് ആവുന്ന ആൾക്കാരൊക്കെ വളരെ കുറച്ചേ മാർക്കറ്റിൽ കിട്ടുള്ളൂ. കാരണം ഒരു ബിസിനസ്സിന് ആ ബിസിനസ്സിൻ്റെതായ കോർ വാല്യൂ ഉണ്ടാവും. ഈ ബിസിനസ്സിൻ്റെ കോർ വാല്യൂ കൃത്യമായിട്ട് മനസ്സിലാക്കാതെ അവനവൻ ചെയ്യുന്ന സെഗ്മെന്റിൽ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരുപാട് ആൾക്കാരാണ് ഇന്ന് മാർക്കറ്റിലുള്ളത്. അപ്പം ശരിക്കും പറഞ്ഞാൽ നല്ല ടാലൻറ്റഡ് ആയ ആൾക്കാരെയാണ് ഇന്ന് ഓരോരുത്തരും ഓരോ സെഗ്മെന്റിലും, ഓരോ ഓണ്ടർപ്രണേഴ്സും അവനവൻ്റെ പല സെഗ്മെന്റിലേക്ക് ഇന്ന് പ്രതീക്ഷിക്കുന്നത്. ഫോർച്ചുനേറ്റ്ലി അൺഫോർച്ചുനേറ്റ്ലി ആൾക്കാരെ കിട്ടാനില്ല. തീർച്ചയായിട്ടും. ഇതേപോലെയാണ് ഇബാദ്ക. ഇപ്പം എന്നോട് ചോദിച്ചു, ഇബാദ്കയുടെ ഒരുപാട് ആൾക്കാർ, മിഡിൽ ഈസ്റ്റിലുള്ള ആൾക്കാരും കേരളത്തിലുള്ള ആൾക്കാരും പലരും ചോദിച്ചു കാണും, നല്ല അക്കൗണ്ടിങ് പ്രൊഫഷണൽസിന് ലഭിക്കുന്നില്ല എന്നുള്ളത്, അക്കൗണ്ട്സ് മാനേജേഴ്സിന് ലഭിക്കുന്നില്ല, ഫിനാൻസ് മാനേജേഴ്സിന് ലഭിക്കുന്നില്ല. വളരെ സീരിയസ് ആയിട്ടുള്ളൊരു പോയിന്റാണ്. ഇബാദ്ക ശരിക്കും കേരളത്തിൽ BCom, BBA, MCom, MBA മാത്രം കഴിഞ്ഞിറങ്ങുന്ന ഒരു വർഷത്തെ കുട്ടികൾ അറൗണ്ട് 3 ലക്ഷത്തിൻ്റെ അടുത്ത ആൾക്കാരുണ്ട്. 3 ലക്ഷം ആൾക്കാർ, 3 ലക്ഷം പേരുണ്ട്. കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ നിന്നും മറ്റു യൂണിവേഴ്സിറ്റികളിൽ നിന്നും മാത്രം പഠിച്ച് മലയാളികൾ മാത്രം. അപ്പോൾ ഒന്ന് സൗത്ത് ഇന്ത്യ ഒന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ, പിന്നെ നോർത്ത് ഇന്ത്യ, ഓൾ ഇന്ത്യ മൊത്തം എടുത്ത് നോക്കി. ഇനി പുറത്തുള്ള ഏതൊക്കെ വിദേശ രാജ്യങ്ങളിൽ പോയിട്ട് പഠിക്കുന്ന എത്ര പേരുണ്ട്? അപ്പോൾ ഈ പറയുന്ന കൊമേഴ്സ്, BCom, BBA ഒക്കെ കഴിഞ്ഞിറങ്ങുന്ന ആൾക്കാർ ഫസ്റ്റ് കൊടുക്കുന്ന മേഖല എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ CA, CMA പോലത്തെ കോഴ്സുകളിലേക്കായിരിക്കും അവർ ഫോക്കസ് ചെയ്യുക.
അപ്പോൾ ഇങ്ങനെയുള്ള കോഴ്സുകൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഞാനത് ചെയ്യേണ്ട എന്നുള്ളതല്ല പറയണത്. പക്ഷേ അവരെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. അത്രയും ഡെഡിക്കേറ്റ് ചെയ്താൽ മാത്രമാണ് ആ കോഴ്സുകൾ നമുക്ക് പഠിച്ച് പാസ്സാകാൻ പറ്റുള്ളൂ, ക്വാളിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ എന്നിട്ടും എന്താ ഇബാദ്ക ഒരു കമ്പനി എക്സ്പെക്ട് ചെയ്യുന്ന പ്രൊഫഷണൽസിനെ മാർക്കറ്റിന് കിട്ടാത്ത റീസൺ ഒന്ന് മാത്രമല്ല, പ്രാക്ടിക്കൽ നോളജുള്ള ആൾക്കാർ മാർക്കറ്റിലില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇബാദ്കയുടെ നാളത്തെ കമ്പനി, ഇബാദ്ക ഒരു ബിസിനസ് ചെയ്യുമ്പം ഇബാദ്കയുടെ കമ്പനിയിൽ സെയിൽ ഇൻക്രീസ് ചെയ്യാൻ പറ്റുന്ന, ക്യാഷ് ഫ്ലോ കൂട്ടാൻ പറ്റുന്ന, പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുന്ന, വെൽത്തിനെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന പ്രൊഫഷണൽസിനെ ഇബാദ്ക്കൊന്ന് ഇൻ്റർവ്യൂ ചെയ്ത് നോക്കി. 100 പേരെ ഇൻ്റർവ്യൂ ചെയ്താൽ എത്ര പേര് ക്വാളിഫൈ ചെയ്യും? എല്ലാവരും ക്വാളിഫൈഡ് ആണ്. ഇപ്പോൾ ഇബാദ്ക ശരിക്കും നാളെ ഒരു കമ്പനി ചെയ്യുമ്പോൾ ഇബാദ്കയുടെ കമ്പനിയിൽ റവന്യൂ കൂടണ്ടേ? വേണം, തീർച്ചയായിട്ടും. റവന്യൂ കൂട്ടാനുള്ള സ്റ്റെപ്സ് അറിയണ്ടേ? അക്കൗണ്ട്സിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് റവന്യൂ കൂട്ടിയാലല്ലേ ഇബാദ്ക പ്രോഫിറ്റ് വരുള്ളൂ. പ്രോഫിറ്റ് കൂട്ടിയാലല്ലേ ഇബാദ്കയുടെ ബിസിനസ്സിൽ ക്യാഷ് ഫ്ലോ വരുള്ളൂ. ഈ ക്യാഷിനെ ഇബാദ്ക സേവിങ്സ് ആയിട്ട് നല്ല രീതിയിൽ അത് ബണ്ടിലാക്കി വെച്ചിട്ട് ഇൻ്റലിജൻ്റ് ആയ പ്ലേസിൽ പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണ്ടേ? ആ ഇൻവെസ്റ്റ് ചെയ്താലല്ലേ ഇബാദ്ക്ക് അതിലൂടെ നല്ല പോലെ റിട്ടേൺസ് വരുള്ളൂ. ഈ റൂട്ട് അറിയുന്ന എത്ര പ്രൊഫഷണൽസിനെ ഇബാദ്ക്ക് മാർക്കറ്റിൽ കാണിക്കാൻ പറ്റും? വളരെ കുറച്ചേ ഉള്ളൂ. ലാക്ക് ഓഫ് പ്രൊഫഷണലിസം. തീർച്ചയായിട്ടും. അതായത് പ്രാക്ടിക്കൽ നോളജ് ഉള്ള ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ്. ഞാനിപ്പോൾ ഈ വീഡിയോ പറയുമ്പോൾ ഇത് കേൾക്കുന്ന ഓൺട്രപ്രണേഴ്സൊക്കെ ഇപ്പോഴും ഇങ്ങനെയുള്ള പ്രൊഫഷണൽസിന് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്ന പലരും ഈ വീഡിയോ കാണുന്നുണ്ടാവും. തീർച്ചയായിട്ടും. അപ്പോൾ അവിടെയാണ് ശരിക്കും വലിയൊരു ഓപ്പർച്യൂണിറ്റി കിടക്കുന്നത്. ശരിക്കും ഇവർക്ക് അത് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ 6 മേഖലയെ ഫോക്കസ് ചെയ്തിട്ട്, 6 വ്യത്യസ്ത മേഖലയെ ഫോക്കസ് ചെയ്തിട്ട് നമ്മളൊരു 5 months എക്സ്ക്ലൂസീവ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ ധാരാളം മറ്റു പ്രൊഫഷണൽസ് ഒക്കെ ഉണ്ട്. അതിൽ ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഉണ്ട്, അതുപോലെ തന്നെ കമ്പനി സെക്രട്ടറീസ് ഉണ്ട്, ദെൻ മറ്റു അഡ്വക്കേറ്റ്സ് ഉണ്ട്, നല്ല പ്രാക്ടിക്കൽ നോളജ് ഉള്ള ടെക്നിക്കൽ എക്സ്പേർട്സ് ഉണ്ട്. അങ്ങനെയുള്ള ഒരു ടീമിൻ്റെ ഒരു ബാക്ക് ആൻഡ് സപ്പോർട്ടോട് കൂടിയിട്ടാണ് ടാസ്ക് ബിസിനസ് ലേണിംഗ് എന്ന് പറയുന്ന നമ്മളെ കമ്പനി ആക്ച്വലി ഒരു 5 months എക്സ്ക്ലൂസീവ് ഓൺലൈൻ ട്രെയിനിങ് പ്രോഗ്രാം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. 5 മാസത്തെ കോഴ്സാണ്. പലരും ചോദിക്കാറുണ്ട് ഈ കോഴ്സ് ശരിക്കും ഓഫ്ലൈൻ അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു സീരിയസ്നെസ് കിട്ടുമോ എന്നുള്ളത്. ഞാൻ എൻ്റെ ഈ പ്രോഗ്രാമിൽ 10 വർഷം, 15 വർഷം, 20 വർഷം, 29 വർഷം വരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ പ്രസൻറ്റിൽ എൻ്റെ കോഴ്സ് ചെയ്യണം. എന്തുകൊണ്ടായിരിക്കും? കമ്പനികളും ബിസിനസ്സുകളൊക്കെ ആഗ്രഹിക്കുന്നത് ഞാൻ ഈ പറയുന്ന പാത്തിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള പ്രൊഫഷണൽസിനെയാണ്. സൈദിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടേ എനിക്ക് തോന്നുന്നു അറൗണ്ട് ഒരു 8 years എക്സ്പീരിയൻസ് അല്ല, എൻ്റെ ഈ സെഗ്മെന്റിൽ എനിക്ക് 16 വർഷത്തെ എക്സ്പീരിയൻസ്. നമ്മളത് കണ്ട കാര്യം ഈ ഒരു കാര്യങ്ങളാണ് നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഭാഗത്ത് ഞാൻ പറയുന്നത് ശരിക്കും നമ്മളെ ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾ 6 മേഖലയിലായിരിക്കും ഇവരെ എക്സ്പേർട്ട് ആക്കുക. ഒന്നാമത്തെ മേഖല പ്രാക്ടിക്കൽ അക്കൗണ്ട്സിൽ നല്ലപോലെ എക്സ്പേർട്ട് ആക്കുക. ഇപ്പോൾ BCom, BBA, MCom, MBAയിലൊന്നും പ്രാക്ടിക്കൽ അക്കൗണ്ട്സ് ഒട്ടും പഠിപ്പിക്കുന്നില്ല. അപ്പോൾ ആദ്യം നമ്മൾ ശരിക്കും എന്താണ് പ്രാക്ടിക്കൽ അക്കൗണ്ട്സ് എന്നുള്ളതായിരിക്കും നമ്മൾ ഫസ്റ്റ് വൺ നന്നായിട്ട് പഠിപ്പിക്കുക. എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യണം, അതെങ്ങനെ പ്രോപ്പറായിട്ട് ഫയൽ ചെയ്യണം എന്നുള്ളതായിരിക്കും നമ്മൾ ഫസ്റ്റ് പഠിപ്പിക്കുക. അതാണ് ഫസ്റ്റ് മൊഡ്യൂൾ. രണ്ടാമത്തെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സാഷനാണ്. ഇപ്പോൾ ടാക്സാഷൻ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റിലാണെങ്കിൽ ഇന്ത്യൻ GSTയും ഇൻകം ടാക്സും ഒക്കെ ആയിരിക്കും നമ്മൾ പഠിപ്പിക്കുക. ഇപ്പോൾ GCCയിലൊക്കെ പോകുന്ന ആൾക്കാർക്കാണെങ്കിൽ അവിടുത്തെ UAE വാച്ച് സിസ്റ്റം, അതുപോലെ തന്നെ UAEയിലെ കോർപ്പറേറ്റ് ടാക്സ് സിസ്റ്റം ഒക്കെ ആയിരിക്കും നമ്മൾ പഠിപ്പിക്കുക. അപ്പോൾ ഒരു ചോദ്യം ഉണ്ടാവും, ഇപ്പോൾ നമ്മൾ ഈ GSTയും ഇൻകം ടാക്സും ഒക്കെ പഠിപ്പിക്കുമ്പോൾ അത് ശരിക്കും ഒരു തിയറിറ്റിക്കൽ പെർസ്പെക്റ്റീവിലാണോ പഠിപ്പിക്കണമെന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഒരിക്കലും അല്ല. നമ്മളെ കമ്പനിക്ക് ഓൾറെഡി സിമുലേറ്റഡ് വെബ്സൈറ്റിൽ ട്രെയിനിങ് ഓപ്ഷൻസ് ഉണ്ട്. സിമുലേറ്റഡ് വെബ്സൈറ്റ് എന്ന് പറയുമ്പോൾ ഇബാദ്കയുടെ ഇപ്പോൾ ഇബാദ് ടെക്കിൻ്റെ GST റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഇബാദ്കയുടെ റിട്ടേൺ ഫയൽ ചെയ്യണമെങ്കിൽ ഇബാദ്കയുടെ യൂസർ ഐഡിയും പാസ്വേഡും GSTയുടെ സൈറ്റിൽ കയറി എൻ്റർ ചെയ്തിട്ട് വേണം ഇബാദ്കയുടെ അക്കൗണ്ടിൽ കയറാൻ. വളരെ കോൺഫിഡൻഷ്യൽ ആണല്ലോ. അപ്പോൾ അതിൽ കയറിയിട്ടല്ലേ ഇബാദ്കയുടെ കൺസൾട്ടന്റ് അല്ലെങ്കിൽ അക്കൗണ്ട്സ് എക്സ്പെർട്ട് ഫയൽ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ പലരും പല ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർക്കും ഇത് പ്രാക്ടിക്കലി ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. കാരണം ഒറിജിനൽ ഡീലേഴ്സിൻ്റെ കമ്പനിയുടെ അക്കൗണ്ട്സിൽ കയറി പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ ടാക്സാഷൻ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിൽ എക്സ്പേർട്ട് ആവും. ഇപ്പോൾ GSTയിലെ പല റിട്ടേൺസ്, GSTR 1 ആവട്ടെ, 2B ആവട്ടെ, 3B ആവട്ടെ, GST ആനുവൽ റിട്ടേൺസ് ആവട്ടെ, E-way bill ആവട്ടെ, ഇൻവോയ്സ് ആവട്ടെ, ഇതൊക്കെ ലൈവായി പഠിക്കണ്ടേ? നമ്മളെ ട്രെയിനിങ്ങിൽ സിമുലേറ്റഡ് വെബ്സൈറ്റിൻ്റെ ട്രെയിനിങ്ങാണ്. സിമുലേറ്റഡ് വെബ്സൈറ്റിൻ്റെ ട്രെയിനിങ് 6 മാസം വരെ ഈ പറയുന്ന പ്രോഗ്രാം എടുക്കുന്ന ആൾക്ക് ഗവൺമെൻറ് GST സൈറ്റും ഇൻകം ടാക്സ് സൈറ്റും എന്താണോ അതുപോലെയുള്ള സൈറ്റിൽ കയറിയിട്ട് ലൈവായിട്ട് കയറി പ്രാക്ടീസ് ചെയ്യാം. നമ്മളെ ട്രെയിനിങ് എടുത്ത ആൾക്കാർക്ക് പിന്നീട് ഇൻറ്റേൺഷിപ്പിനോ അല്ലെങ്കിൽ എക്സ്പീരിയൻസിനോ പോയിട്ട് വേറെ എവിടെയും പോയിട്ട് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല.
അപ്പോൾ ഇബാദക്ക ടാക്സാഷൻ സെഗ്മെൻറ്റിൽ ലൈവായിട്ട് ഒറിജിനൽ വർക്കിൻ്റെ അതേ ഫീലോട് കൂടിയിട്ട് ഒറിജിനൽ വർക്കിൻ്റെ കേസ് സ്റ്റഡീസും വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ടാക്സാഷനിൽ ഇവർക്ക് നല്ലപോലെ എക്സ്പേർട്ട് ആകാൻ പറ്റും. മൂന്നാമത്തെ കാര്യം അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻസ് മാനേജ്മെൻ്റ് ആണ്. അത് ശരിക്കും ഇതാണ് എല്ലാ ഓണ്ടർപ്രണേഴ്സും ഇബാദക്ക എക്സ്പെക്ട് ചെയ്യണത്. ഇപ്പോൾ എന്താണ് അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻസ് മാനേജ്മെൻറ്റ്? ഇപ്പോൾ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇബാദക്കയുടെ കമ്പനിയിൽ നല്ലപോലെ സെയിൽ കൂട്ടണം. സെയിൽ കൂട്ടണമെങ്കിൽ അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ആൾക്കാർക്ക് റവന്യൂ ഇൻക്രീസ് സ്ട്രാറ്റജി അറിയണം. അതെ, ഇപ്പോൾ ഇബാദക്കയുടെ കമ്പനിയിൽ ഇപ്പോൾ ഓരോ മാസവും ഇത്ര സെയിൽ നടന്നാലല്ലേ റവന്യൂ വരുള്ളൂ. അപ്പോൾ അത് ശരിക്കും ആ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഡ്യൂട്ടി അല്ല. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു മാസം എത്ര റവന്യൂ വേണമെന്ന് ഡിസൈഡ് ചെയ്യേണ്ടത് ആ കമ്പനിയുടെ അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻസ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. അവർക്ക് അറിയൂ. കാരണം ഇബാദക്കയുടെ കമ്പനിയിൽ ഇപ്പോൾ ഒരു മാസം 60 lakh അല്ലെങ്കിൽ ഒരു 75 lakh rupees എക്സ്പെൻസ് ഉണ്ടെങ്കിൽ ഈ ഓപ്പറേഷണൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടി ഇബാദക്ക് എല്ലാ മാസവും പൈസ കൊണ്ടുവരാൻ പറ്റുമോ? ഇടാൻ പറ്റില്ല. അല്ലെങ്കിൽ വേറെ സ്ഥലത്ത് ലോൺ എടുക്കാൻ പറ്റുമോ? ഇത് ശരിക്കും സെയിൽസ് കൂട്ടി റവന്യൂ ജനറേറ്റ് ചെയ്തിട്ട് അതിലൂടെ ക്യാഷ് ഓരോ മാസവും കൊണ്ടുവരാൻ പറ്റണം. റവന്യൂ ഇൻക്രീസിങ് സ്ട്രാറ്റജി അറിയണം. രണ്ടാമത്തെ കാര്യം പ്രോഫിറ്റ് മേക്കിംഗ് സ്ട്രാറ്റജീസ് പഠിക്കണം. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ക്യാഷ് ഫ്ലോ മാനേജ്മെൻറ്റ്, ഫണ്ട് ഫ്ലോ മാനേജ്മെൻറ്റ്, വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെൻറ്റ്, ബാലൻസ് ഷീറ്റ് റീഡിങ്, ഇൻവെൻട്രി മാനേജ്മെൻറ്റ്, പേറോൾ മാനേജ്മെൻറ്റ്, ബിസിനസ് വാല്യുവേഷന്, സ്ട്രാറ്റജിക് കോസ്റ്റ് മാനേജ്മെൻറ്റ്. ബാക്കി എല്ലാ ബിസിനസ്സുകാരും നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം അവരുടെ ബിസിനസ്സിൽ എക്സ്പെൻസിനെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, ഡ്യൂ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവർക്ക് അറിയോ, മെജോറിറ്റി കമ്പനികളും മാർക്കറ്റിൽ നിന്ന് ക്ലോസ് ചെയ്ത് പോകുന്നത് പലപ്പോഴും ഡ്യൂ മാനേജ്മെൻറ്റിൽ അവർക്ക് പ്രോപ്പറായിട്ടൊരു സിസ്റ്റം അപ്ലൈ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാമത്തെ നമ്മളെ മൊഡ്യൂളിൽ ഈ പറയുന്ന സെഗ്മെൻറ്റുകളൊക്കെ വളരെ ഇൻഡെപ്ത് ആയിട്ട് തിയറിറ്റിക്കൽ പെർസ്പെക്റ്റീവിലല്ല, റിയൽ കേസ് സ്റ്റഡീസ് വെച്ചുകൊണ്ട് ഒറിജിനൽ വർക്കിലൂടെ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ കോഴ്സിൽ ഈ സെഗ്മെന്റ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഇതൊക്കെയാണ് കോഴ്സിൽ നമ്മൾ കൂടുതലായിട്ടും ചെയ്യുന്നത്. ഇനി ഇതൊക്കെ നാലാമത് നമ്മൾ പഠിപ്പിക്കുന്നത് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ് ആണ്. ടാലി പ്രൈം, അതുപോലെ തന്നെ സോഹോ ബുക്സ് പോലത്തെ മൈക്രോസോഫ്റ്റ് എക്സലിൻ്റെ അക്കൗണ്ടിങ് വേർഷൻസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ നമുക്കറിയാൻ പറ്റും ഇനി വരാൻ പോകുന്ന ഇബാദക്ക AI ഇൻ്റഗ്രേറ്റഡ് അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസ് ആ മാർക്കറ്റിൽ കയറി വരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ AIയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പല അപ്ഡേറ്റ്സ് മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആയി. ഇതെല്ലാം വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർസിൽ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യാം. ദെൻ എങ്ങനെ പ്രോപ്പറായിട്ട് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാം, എങ്ങനെ കൃത്യമായിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യാം. പലതരത്തിലുള്ള റിപ്പോർട്ട് ഒരു കമ്പനിക്ക് വേണം. ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാം, എങ്ങനെ റിപ്പോർട്ട്സ് ഒക്കെ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ പഠിപ്പിക്കുന്നുണ്ടാവും. അപ്പോൾ ഇബാദക്ക ശരിക്കും ഇങ്ങനൊരു പാറ്റേണിൽ ശരിക്കും ഒരാൾ നല്ല പോലെ നമ്മളെ ഈ ട്രെയിനിങ് എടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് ഒരു കമ്പനിയും ഒരു ബിസിനസ്സും ഒക്കെ എക്സ്പെക്ട് ചെയ്യുന്ന തരത്തിലുള്ള നല്ലൊരു എക്സ്പേർട്ട് അക്കൗണ്ട്സ് ആൻഡ് ഫിനാൻസ് മാനേജറായിട്ട് വർക്ക് ചെയ്യാം. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്ത ആൾക്കാർക്ക് നമുക്ക് തന്നെ ഈസി ആയിട്ട് പ്ലേസ്മെൻറ്റ് കൊടുക്കാൻ പറ്റുന്നു. ഒന്ന് ഇബാദക്കയെ പോലത്തെ ഒരുപാട് ആൾക്കാരുമായിട്ട് എനിക്ക് നല്ലൊരു നെറ്റ്വർക്ക് ഉള്ളത് കൊണ്ട് തന്നെ ധാരാളം ഓണ്ടർപ്രണേഴ്സിനെ ഞാൻ പേഴ്സണലി അറിയുന്നു. നമ്മൾ തന്നെ കൺസൾട്ടിങ് പ്രൊവൈഡ് ചെയ്യുന്ന പല കമ്പനീസ് ഉണ്ട്. എൻ്റെ ബിസിനസ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്ന ഒരുപാട് ബിസിനസ്സുകാരുണ്ട്. നമുക്ക് തന്നെ സ്വന്തമായിട്ടൊരു HR കൺസൾട്ടിങ് കമ്പനി ഉണ്ട് പ്ലേസ്മെൻറ്റ് കൊടുക്കുന്ന. അപ്പോൾ നമ്മളെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്ന ഒരാൾക്ക് പ്ലേസ്മെൻറ്റ് ഒരു ഇഷ്യൂ ആയിട്ടുള്ള മാറ്റർ അല്ല. പിന്നെ ധാരാളം ആൾക്കാർക്ക് ഞാൻ ട്രെയിനിങ് കൊടുക്കുന്നില്ല, സെലക്റ്റഡ് ആയ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുള്ളൂ. പക്ഷേ നമ്മൾ ട്രെയിനിങ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കമ്പനിയും ഒരു ബിസിനസ്സും ഒരു ഓണ്ടർപ്രണറൊക്കെ എക്സ്പെക്ട് ചെയ്യുന്ന നല്ലൊരു പ്രൊഫഷണലായിട്ട് മാറാൻ പറ്റും. ഒരു തിയറിറ്റിക്കൽ പെർസ്പെക്റ്റീവിലല്ല, നമ്മൾ ശരിക്കും പ്രാക്ടിക്കലാണ്. അപ്പോൾ പലർക്കും ഒരു സംശയമാണ് ഇതൊക്കെ ഓൺലൈനിൽ പോസിബിൾ ആണോ എന്ന്. കാരണം ഇന്ന് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോമിൻ്റെ പ്രത്യേകത BCom, BBA, MCom, MBA കഴിഞ്ഞവരുണ്ട്. മറ്റു ഡിഗ്രി കഴിഞ്ഞവർക്ക് ഈ കോഴ്സിലേക്ക് വരാം. നിലവിൽ വർക്ക് ചെയ്യുന്ന എത്രയോ പ്രൊഫഷണൽസ് നമ്മളെ കോഴ്സിലേക്ക് വരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഒരു വലിയൊരു ടീമിൻ്റെ ബാക്ക് ആൻഡ് സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഇബാദക്ക നമ്മളെ കോഴ്സ് പോകുന്നത്. നല്ല പോലെ ഒരു കമ്പനിയും ഒരു ബിസിനസ്സും ഒരു ഓണ്ടർപ്രണറൊക്കെ എക്സ്പെക്ട് ചെയ്യുന്ന ഡെഫിനറ്റ്ലി നല്ല സാലറി വാങ്ങാൻ പറ്റുന്ന നല്ലൊരു അക്കൗണ്ട്സ് മാനേജറായിട്ടും നല്ല ഫിനാൻസ് മാനേജറായിട്ടും നമ്മൾ പ്രോഗ്രാമിന് ശേഷം മാറാൻ പറ്റും. ഗ്യാരണ്ടിയാണ് തീർച്ചയായിട്ടും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്.